ഇവർ വിവാഹ സീരിയലിന്റെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദ്യം നമ്മളെ കാണിക്കുന്നത് നമ്മൾ അജയാണ്. അപ്പം അജയ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക കേട്ടോ. അപ്പം അജയ് ആണെങ്കിൽ ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ബാലൻ എന്ന് പറഞ്ഞപ്പം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു കേസിന്റെ കാര്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കേസാണെങ്കിൽ താൻ അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ബാലൻ സാർ ചോദിക്കുന്നത് അയ്യോ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കുഴപ്പം, തനിക്കാണെങ്കിൽ നല്ല ബുദ്ധിയില്ലേ, അപ്പം കുഴപ്പമൊന്നുമില്ല, താന് തന്നെ അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ബാലൻ സാർ ഇതും കൊണ്ട് നേരെ നമ്മളെ ഭൂമിയെടുത്തോട്ട് പോവാട്ടോ. അപ്പോൾ ഭൂമിയാണെങ്കിൽ കോഫി ഷോപ്പൊക്കെ അടച്ചിട്ടാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വണ്ടിയാണെങ്കിൽ ഒരു തരത്തിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നതുമില്ല. അങ്ങനെ നമ്മള് ബാലവക്കീൽ പറയുന്നുണ്ട് മോളെ പോവല്ലേ മോളെ, എനിക്കൊരു കേസ് ഒന്ന് തെളിയിച്ചു താന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഭൂമി പറഞ്ഞത് അതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്കാണെങ്കിൽ വീട്ടിൽ പോകണം, ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുക, എൻ്റെ വണ്ടി പോലും സ്റ്റാർട്ട് ആവുന്നില്ല എന്നൊക്കെ പറയുവാണേ. അങ്ങനെ നമ്മളെ ബാലവക്കീൽ പറഞ്ഞു മോളെ ഒന്ന് ശരിയാക്കി താ മോളെ, ആ സാറാണെങ്കിൽ ഈ കേസ് എടുത്ത് എൻ്റെ തലയിൽ വെച്ച് തന്നിരിക്കുക, ഞാൻ എന്താ ചെയ്യും മോൾ ഒന്ന് നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഭൂമി ചോദിക്കുന്നുണ്ട് എന്താ കേസെന്ന് ചോദിക്കുമ്പോൾ അതൊരു അതിർത്തി തർക്കത്തിന്റെ പ്രശ്നം, ഒരു ആലുവരെ നിൽപ്പുണ്ട് മോളെ, അപ്പം അതിന്റെ ഒരു പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഭൂമി പറയുന്നുണ്ട് അപ്പം ആ അടുത്ത വീട്ടുകാരത്ത് പറഞ്ഞാൽ പോരെ, ആ വീട്ടിൽ പിന്നെ പ്രശ്നമാണ് അത്, വീണ് കഴിഞ്ഞാൽ ആ വീട്ടിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ പോരെ, അപ്പോൾ അത് മുറിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊന്നും അവർ ശരിയാ കേസ് കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറഞ്ഞു എന്തിനാ കേസ് കൊടുക്കുന്നത്, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കോൺസ്റ്റബിൾ പോയാൽ മതിയല്ലോ, അവിടുന്ന് 2 പോലീസുകാർ പോയിട്ടാണെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ, അപ്പോൾ അവർ തന്നെ അങ്ങ് മുറിച്ചോളുമല്ലോ എന്നൊക്കെ നമ്മളെ ഭൂമിയാണെങ്കിൽ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ അജയ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അജയ് വരുന്ന സമയത്ത് അജയ് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇയാൾ ഇപ്പോഴാണോ കോഫി ഷോപ്പ് അടയ്ക്കുന്നത്, ഇതൊരിക്കും കോഫി ഷോപ്പ് അടച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കുറച്ച് പൈസയ്ക്കൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഈ ടൈം വരെ തുറന്നു വെച്ചാലേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അജയ്. സാറൊക്കെ ജനിച്ചത് അക്ഷയപാത്രവും ഞാൻ ജനിച്ചത് പിച്ചപാത്രമായിട്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അജയ് ചോദിക്കുന്നത് എന്താണോ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം വരെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ അജയ് ആണെങ്കിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ ഭൂമി ചോദിക്കുന്നുണ്ട് അതെ സാറേ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ, എൻ്റെ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല, എന്നെ ഒന്ന് എൻ്റെ വീട്ടിലോട്ട് ഇറക്കി തരുമോ, ലൈറ്റ് ആകുമ്പം അച്ഛനും അമ്മയും എന്നെ കാണാതെ ടെൻഷൻ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്, പ്ലീസ് 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 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അജയ് പറഞ്ഞിട്ട് ആ ശരി എന്നാൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറി കുറച്ച് നേരം അവരിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ ഭൂമി പറയുന്നുണ്ട് ഓ ഞാനാണെങ്കിൽ സാറിനെ കുറിച്ച് എന്തൊക്കെ വിചാരിച്ചിരുന്നത്, പക്ഷെ സാർ അങ്ങനൊന്നും അല്ല കേട്ടോ, സാറിൻ്റെ മനസ്സാണെങ്കിൽ നല്ല മനസ്സാണ്, സാറ് ആൾക്കാരെയൊക്കെ സഹായിക്കാൻ പറ്റിയ നല്ല മനസ്സാന്ന് പറയും. അപ്പം നമ്മൾ അജയ് ആണെങ്കിൽ അവിടെ വണ്ടിയൊക്കെ നിർത്തും കേട്ടോ. നിർത്തിയിട്ട് പറയുന്നുണ്ടേ അല്ല തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോ എന്നെക്കുറിച്ച് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു, താൻ ഇവിടെ ഇത് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമി അവിടെ അങ്ങ് ഇറക്കിയൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഭൂമി അറിയോ ഇനി ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എനിക്ക് പോകാനും വഴിയില്ലല്ലോ, ബസ്സും ഇല്ല, ഇത്രയും നേരമായല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭൂമി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അജയ് ആണെങ്കിൽ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ ഭൂമി എടുത്ത് വണ്ടി കയറാൻ പറയുന്ന സമയത്ത് നമ്മളെ ഭൂമി ആണെങ്കിൽ ആദ്യം ഒന്ന് വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കും, പിന്നെ ആണെങ്കിൽ അങ്ങ് അജയ് വഴക്ക് പറയുന്ന സമയത്ത് വണ്ടിയിൽ കയറും കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അജയുടെ മുതുകിലാണെങ്കിൽ എന്തോ ഒരു പ്രാണി ഇതാവുന്ന കണക്ക് അജയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പം അജയ് പറയുന്നുണ്ട് ഒന്ന് എൻ്റെ മുതുകത്തൊന്ന് നോക്കുമോ, എൻ്റെ മുതുകത്ത് എന്തോ ഒരു പ്രാണി ഇതാവുന്ന കണക്ക് തോന്നുന്നു പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഭൂമി പറയും അയ്യേ എനിക്കൊന്നും വയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അജയ് പറയും പ്ലീസ് ഡോ ഒന്ന് നോക്കടോ, അതെ താഴ്മയായിട്ട് പറഞ്ഞാൽ ഞാൻ നോക്കാം, അപ്പം ഒന്ന് നോക്കും മോളെ ഒന്ന് നോക്കും മോളെ എന്നൊക്കെ നമ്മൾ അജയ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭൂമി ഇങ്ങനെ ഉടുപ്പ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഇത് കാണുന്ന നമ്മൾ അഞ്ജന കാണാം. അപ്പം അഞ്ജന വിചാരിക്കുന്നത് നമ്മളെ ഭൂമിയുടെ ഷർട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ ഉമ്മ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ അഞ്ജന ഇത് കാണുന്നത്. അഞ്ജനയാണെങ്കിൽ മൊത്തത്തിൽ കലിയളവിൽ നിൽക്കും കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മൾ ഭൂമിയെ കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവർ വീട്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഭൂമിയെ കാണാതെ അച്ഛനും അമ്മയും കൂടെ വെളിയിൽ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ CI സാറിനെ കാണുന്ന സമയത്താണെങ്കിൽ അച്ഛനും പറയുന്നുണ്ട് ആ ഇതാരും CI സാറ് വാ സാറേ അകത്ത് കയറാന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്കാണെങ്കിൽ സമയം ഇത്രയായി ഇനിയിപ്പോൾ മുത്തശ്ശി വഴക്ക് പറയും പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അജയ് ചോദിക്കുന്നുണ്ട് ആ ഭൂമിയുടെ അച്ഛനും അമ്മയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ നാടകമൊക്കെ കളിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ അജയ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭൂമി പറയാം അവളുടെ അമ്മയുടെ നാടകം കളിക്കുമെന്ന്, അമ്മ നാടകം കണ്ട അച്ഛനും അമ്മയും കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അജയ് പറയുന്നത് ആ ഞാനും പണ്ടൊക്കെ ഇങ്ങനെ നാടകം സ്റ്റേജിലൊക്കെ കളിക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അംബികയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നാടകമൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പം ഞാൻ നാടകമൊന്നും കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അച്യുതനാണെങ്കിൽ ചോദിക്കുന്നത് അല്ല സാർ ഇവിടെ റോഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഒരു അമ്മയും മോളെയും കാണാനില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നില്ല, അതിൻ്റെ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് അജയ് പറഞ്ഞു ആ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, അതെന്തായാലും ഉടനെ തന്നെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അജയ് ആണെങ്കിൽ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അംബികയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അച്യുതൻ്റെ അടുത്ത്
അടുത്ത് "അതേ അച്ചുവേട്ടാ പിന്നെ നമ്മളെ മോള് നമ്മളെ കൈവിട്ട് പോവോ? ഭൂമിയുടെ അച്ഛൻ ആരാന്നൊക്കെ അറിഞ്ഞോന്നൊക്കെ" ചോദിക്കുമ്പം അച്യുതൻ പറഞ്ഞിട്ട് "ആ ഏറെക്കുറെയൊക്കെ ഞാനാണെങ്കി മൊത്തം അറിഞ്ഞിട്ട് നിന്റെ അടുത്ത് പറയാന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ ഇവര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമിയാണെങ്കി അങ്ങോട്ട് വരുന്നുണ്ട്. ഭൂമിക്ക് "ഇതെന്താ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് രണ്ടെണ്ണത്തിന് ഭയങ്കര രഹസ്യങ്ങളാണല്ലോ. എന്താ ഞാനറിയാതെ? ഇങ്ങനെ രഹസ്യമൊക്കെ ഉണ്ടെങ്കി ഞാൻ പിന്നെ ഇവിടുന്നങ്ങ് ഇറങ്ങി പോവേന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പൊ നമ്മള് അച്യുതന്റെയും അംബികയുടെയും മുഖമാണെങ്കി ആകെ ഒരു വിഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മള് ഭൂമിക്ക് "ഇതെന്ത് പറ്റി? രണ്ടുപേരും ഒരേ കണക്ക് മുഖം സങ്കടമൊക്കെ ആയാല്" "ഞാൻ ചുമ്മാ പറഞ്ഞതാ. പിന്നെ ഞാനിന്ന് നിങ്ങൾ രണ്ടുപേരെയും കൂടെ കിടക്കുന്നത്. വാ നമുക്ക് കിടക്കാൻ പോവാന്നൊക്കെ" പറഞ്ഞ് നമ്മളെ ഭൂമിയാണെങ്കി അവരെയും വിളിച്ചോണ്ടങ്ങ് പോകുന്നുണ്ട് ട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ അജയാണെങ്കി വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മളെ അഞ്ജനാണെങ്കി അവിടെ അജയെ കാത്ത് നിക്കുന്നുണ്ട്. അപ്പം അഞ്ജന ചോദിക്കുന്നുണ്ട് "അതെ ഇത്രയും നേരം നീ എവിടെ ആയിരുന്നെന്ന്" ചോദിക്കുമ്പം "ഇപ്പൊ ഞാൻ എവിടെ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ എനിക്ക് പോകണ്ടേന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മള് അഞ്ജന പറയുന്നുണ്ട് "അല്ല നീയാണെങ്കിലേ ആ കോഫി ഷോപ്പുകാരിയില്ലേ അവളെ കൂടെ അല്ലായിരുന്നോന്ന്? ഞാൻ കണ്ടായിരുന്നു അവള് നിന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മയൊക്കെ തരുന്നേന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. അപ്പം നമ്മളെ അജി പറയുന്നുണ്ട് "ആണോ നീ കണ്ടായിരുന്നോ? ആ ഞാൻ പറഞ്ഞിട്ടാ അവളെനിക്ക് ഉമ്മ തന്നേന്നൊക്കെ" ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അഞ്ജന ചോദിക്കുന്നുണ്ട് "എന്താ അജയ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. നമ്മളെ വിവാഹ നിശ്ചയമല്ലേ അതാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് അജയ് പറയുന്നത് "അതിന് സോ വാട്ട്? അതിന് ഞാനെന്താ വേണമെന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. "അല്ലെങ്കിൽ ഈ ഭൂമിയെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? അവള് നല്ല കാണാനൊക്കെ നല്ല സുന്ദരിയല്ലേ? നല്ല അച്ചടക്കമുള്ള പെൺകുട്ടിയാ. അവളെ ആർക്കെങ്കിലും ഇഷ്ടമല്ലാതിരിക്കുവോ? ഐ ലവ് യു ഭൂമി" എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ അഞ്ജലിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം നമ്മളെ അജയ് പറയുന്നുണ്ട് "ഇപ്പൊ നിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും ഞാനും ഭൂമിയായിട്ടുള്ള ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും" എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അപ്പം ഭൂമിയെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ. അത് കണക്കന്നെ അതിപ്പം ആ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട. നിനക്കിപ്പോ നിന്നെ കെട്ടിയെന്നും പറഞ്ഞോണ്ട് എന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അജയ് അങ്ങ് അകത്തോട്ട് കയറി പോകുന്നു. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ അഞ്ജന "എടീ ഞാൻ നോക്കിക്കോ ഭൂമി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല" എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം കാണിക്കുന്ന പറഞ്ഞാല് നമ്മളെ മുത്തശ്ശിയും സംഗീതയും ഭവാനിയും എല്ലാരും ഉണ്ട്. എല്ലാരും കൂടെ ഇരുന്ന് നമ്മളെ വിവാഹ നിശ്ചയത്തിനുള്ള കാർഡൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളെ മുത്തശ്ശിയാണെങ്കി ഭവാനിയോട് ചോദിക്കുന്നു "മോളെ നിനക്ക് ഏത് കാർഡാ ഇഷ്ടപ്പെട്ടെ?" അപ്പം പറയുന്നുണ്ട് "അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് മതി" എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശിയാണെങ്കി പറയുന്നുണ്ട് നമ്മളെ മാധവനടുത്ത് "മാധവാ ഈ കാർഡൊക്കെന്ന് പറഞ്ഞാലേ നമ്മളെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. "ആ പറ്റും അമ്മേ" എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശി പറയുന്നത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മളെ കുടുംബത്തിന്റെ ആ മുദ്രയൊക്കെ അതിനകത്ത് വേണമെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ മാധവൻ ചോദിക്കുന്നു "അതെന്താ അമ്മേ?" "ഓ എടാ മാധവാ നീ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ ഇവിടെ വന്നിട്ട്. നിനക്ക് ഇതുവരെക്കും അറിയത്തില്ലേടാ കുടുംബത്തിന്റെ അടയാളം എന്താണെന്ന്?" അങ്ങനെ നമ്മളെ ഭവാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭവാനി പറയുന്നുണ്ട് "ആ അമ്മ എനിക്കറിയാം. നമ്മളെ അഞ്ജനയുടെയും അഭിരാമിയുടെയും അപർണ്ണയുടെയും കഴുത്തിലെ മാലയുടെ ആ ലോക്കറ്റിന്റെ ആ ഒരു ചിഹ്നം അല്ലേന്ന്" ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശി പറയുന്നത് അത് തന്നെ. അപ്പം ഈ ഒരു ചിഹ്നം നമ്മളെ വിവാഹ നിശ്ചയത്തിന്റെ കാർഡിനകത്ത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. പിന്നെ കാണിക്കാൻ നമ്മളെ അഞ്ജനയാണെങ്കി നമ്മളെ അജയുടെ റൂമിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ട്ടോ അജയ് കാത്തിട്ട്. അപ്പൊ അജയ് വരുന്ന സമയത്ത് "നീ എങ്ങോട്ടാ പോകുന്നെ?" "ആ അത് കൊള്ളാലോ ഞാൻ പോകുന്ന സ്ഥലം നിന്റെ അടുത്ത് പറയണോന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. അപ്പൊ "അജയ് നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? നിനക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ലേ? നിനക്ക് അവളെ ആയിരിക്കുമല്ലേ ഇഷ്ടം?" അപ്പോഴത്തേക്കും നമ്മളെ അജയ് പറയുന്നത് എനിക്ക് അവളെയാ ഇഷ്ടം" എന്നൊക്കെ പറയുന്നുണ്ട്. "എന്നാ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം." അപ്പം അജയ് പറഞ്ഞു "ആ ബ്രേക്കപ്പ് ചെയ്തോ എനിക്കെന്താ?" അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ അഞ്ജന പറഞ്ഞു "ഞാൻ എന്നാ മുത്തശ്ശിയുടെ പോയി പറയട്ടെ." "നീ പോയി പറഞ്ഞോ എനിക്കൊരു കുഴപ്പമില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ അഞ്ജനാണെങ്കി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ അജയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സംഗീത പറയുന്നുണ്ട് "എന്ത് ചേർച്ചയാണ് അല്ലേ അമ്മേ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നത് കാണാൻ" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് "ആ രണ്ടുപേരും വരുന്നുണ്ടല്ലോ" എന്നൊക്കെ പറയുന്നു. അപ്പം അഞ്ജന പറയുന്നുണ്ട് "മുത്തശ്ശി എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്" പറയുമ്പോൾ എന്താ?" "അതെ മുത്തശ്ശി ഞാനാണെങ്കി സാരി ഉടുക്കത്തില്ല കേട്ടോ. അജയ് ആണെങ്കി സാരി ഉടുക്കാൻ പറയുന്നുണ്ട്." അപ്പം മുത്തശ്ശി പറയുന്നത് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനല്ലേ അപ്പം അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ അത് ചെയ്യെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മള് അജയ് പറയുന്നുണ്ട് "നീ ഇനി ഇതല്ലല്ലോ അഞ്ജനയെ പറയാൻ വേണ്ടി വന്നേന്നൊക്കെ" പറയുന്നുണ്ട്. എന്നിട്ട് അഞ്ജനാണെങ്കി അജയ് ഒരു പുച്ഛത്തോടെ നോട്ടമൊക്കെ നോക്കുന്നു. അപ്പം അജയ് പറയുന്നത് "അഞ്ജലി നീ ഒന്ന് പുറത്തോട്ടൊന്ന് വന്നേന്ന്" പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് പറയും "നീ എന്താ കളിക്കുന്നത്? നീ എന്താ ഇതല്ലല്ലോ പറയാൻ വേണ്ടി വന്നേന്ന്" പറയുന്ന സമയത്താണെങ്കി അഞ്ജന പറയുന്നത് "നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു കുറ്റി അടിച്ചിട്ട് ആ കുറ്റിക്ക് ചുറ്റും ഞാൻ നിന്നെ കെട്ടിയിട്ടിട്ട് ഞാൻ അതിന് ചുറ്റും നിന്നെ ഞാനിട്ട് വട്ടം ചുറ്റിക്കും" എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അഞ്ജനയാണെങ്കി ഒരു സ്ലോ മോഷനിലൊക്കെ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാണെങ്കി കാണിക്കുന്നത് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളെ സത്യനാണെങ്കി വീട്ടിൽ നിന്ന് ഇങ്ങനെ മദ്യം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അച്യുതനാണെങ്കി നമ്മളെ സത്യനെ കാണാനൊക്കെ വേണ്ടി വരുന്നുണ്ട് ട്ടോ. അങ്ങനെ സത്യനാണെങ്കി അകത്തോട്ടൊക്കെ അച്യുതനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രംഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.